ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് അടിക്കാൻ കൂടി മറക്കരുത്. 15 ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ്. അപ്പോൾ എല്ലാവരും ഷടപടേ നിങ്ങളുടെ ലൈക്ക് അടിക്കുക. ആൻഡ് ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബേസൊക്കെ ഒന്ന് പുതിയതായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ട്രീ ഹൗസ് പണിതിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ദിനോസർ കുട്ടന്മാരെയും നമ്മളിവിടെ റീകോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീനുകളും നമ്മുടെ മെഗ്ഗും പിന്നെ ഡോൾഫിനും എല്ലാം അവർ പഴയ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. വേറൊരു സ്ഥലവും എനിക്ക് കിട്ടിയില്ല വെക്കാനായിട്ട്. പിന്നെ നമുക്ക് ഒരു ഐലൻഡ് ഉണ്ട്, ഒരു മൂലക്കയിൽ ഞാൻ കാണിച്ചു തരാം. മുകളിൽ കണ്ട റൈറ്റ് പൊക്കത്ത് അതാ തോന്നുന്നു ഒരു ഐലൻഡ്. ഈ ഒരു 2 ആ റൈറ്റിൽ കണ്ടില്ലേ, 2 താഴത്തും മുകളിലും. അവിടെ എവിടെയോ ഒരു സ്ഥലത്തുണ്ട് നല്ലൊരു സ്പോട്ടുണ്ട്, പക്ഷെ അതൊക്കെ അറിയാൻ പാടില്ല കറക്റ്റായിട്ട്. അവിടെ നമ്മൾ പോയി നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്. നമ്മൾ പഴയ സ്ഥലത്ത് നിന്ന് മൊത്തം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ പുതിയതെല്ലാം പണിത് വെച്ചതാണ്. ഈ സാധനമൊക്കെ ഞാൻ വെച്ച് കേട്ടോ. ഇൻഡസ്ട്രിയൽ 4G, പിന്നെ ഇത് കെമിസ്ട്രി ബെഞ്ച്, ഓക്കെ, അതിന് പവർ കൊടുക്കാനായിട്ട്, പിന്നെ ബെഡ്, സ്മിത്തി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും വെക്കാനായിട്ടില്ല. ഫാബ്രിക്കേറ്റർ ഫുള്ള് ഐറ്റംസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ പ്രിൻറ്റ്സ് മൊത്തം പോയി കേട്ടോ. അതൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അത് ഫുള്ള് പോയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി പോയിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ സാധനമില്ലേ അതെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പോകണം. നമ്മുടെ ഐസിൻ്റെ ഏരിയയില്ല, അവിടെ പോയിട്ട് നമ്മൾ ആർട്ടിഫാക്റ്റ് എടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെന്തായാലും ഞാൻ വീഡിയോയിൽ തന്നെ കാണിക്കാൻ പോകണം. ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് ഒന്ന് വരാം, കുറച്ച് സമയം. അതിനു മുമ്പ് നമ്മൾ മൾട്ടിപ്ലെയർ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലെയർ കളിക്കുന്ന കാര്യം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സീരീസ് കഴിഞ്ഞിട്ട് കളിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. എനിക്ക് ആഗ്രഹം PvP കളിച്ചാലോ എന്ന് ആഗ്രഹമുണ്ട്. അതെന്തായാലും അധികം എപ്പിസോഡൊന്നും ഇല്ല, ജസ്റ്റ് അതൊന്ന് അറിഞ്ഞു വെക്കാനായിട്ടാണ്. PvP ആകുമ്പോൾ നമ്മൾ അങ്ങാടും അറ്റാക്ക് ചെയ്യണം തോന്നുന്നു. അങ്ങനെയാണ് നമ്മൾ ബേസൊക്കെ പൊളിച്ചിട്ട് ദിനോസർ ചറ്റ അങ്ങനത്തെ സംഭവമൊക്കെ തോന്നുന്നു PvP. പിന്നെ PV ഉള്ളത് നമ്മൾ മൾട്ടിപ്ലെയർ മാത്രം, വലിയ അറ്റാക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു ലാഗ് വന്നു കേട്ടോ. രാത്രി ആവാറായി. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു സീരീസ് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങിയാൽ പോരാ. അല്ലെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയണം കേട്ടോ. ഈ ഒരു കാര്യം കമൻസിൽ പറയണം. ഈ ഒരു സീരീസ് കണ്ട് തുടങ്ങിയാൽ മതിയോ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലെയർ തുടങ്ങാം. സീനൊന്നുമില്ല. അപ്പോൾ ഞാനെന്തായാലും കമൻസിൽ നിങ്ങൾ പറയണം PvP വേണോ അതോ PvE വേണോ എന്ന് പറയണം. അപ്പോൾ രണ്ടും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടും കളിക്കും. ഫസ്റ്റ് എന്തായാലും ഞാൻ PvP കളിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് PvEയും കളിക്കാം. നമുക്കപ്പോൾ നേരെ നമ്മുടെ ഫാസ്റ്റ് ട്രാവൽ കൊടുത്തിട്ട് ഇതെവിടെ ഇവിടെ തന്നെ ഈ ഏരിയയിൽ ഫാസ്റ്റ് ട്രാവൽ ചെയ്യണം. ഫാസ്റ്റ് ട്രാവൽ ചെയ്തിട്ട് അവിടെ നമ്മൾ ആർട്ടിഫാക്റ്റ് കളക്ട് ചെയ്യുന്നു. ആർട്ടിഫാക്റ്റ് കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ വെള്ളത്തോട്ട് എടുത്ത് ചാടിയാൽ മതി. നമ്മുടെ ഐറ്റംസ് എല്ലാം അവിടെ പോയല്ലേ. കുഴപ്പമില്ല, സീനൊന്നുമില്ല. ഫാസ്റ്റ് ട്രാവൽ ചെയ്തപ്പോൾ അത് പോയതാണ്, കുഴപ്പമില്ല. അവിടെ ബാഗ് അവിടെ കിടപ്പുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് നേരെ ചെന്ന് ഒരൊറ്റ ഇടി കൊടുക്കാം. എതിക്കൊരു ഇടി കൊടുക്കട്ടെ. ഒരു ഇടിക്ക് തീർന്നു കേട്ടു. നമുക്കൊന്നാമത് ആർമറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ റീസ്പോൺ ആവാം. റീസ്പോൺ ആയിട്ട് നമുക്ക് നേരെ നമ്മുടെ ആർട്ടിഫാക്റ്റ് ട്രിബ്യൂട്ട് ചെയ്യണം. ഇവിടെ പെട്ടി കിടക്കേണ്ടതാണ് ശരിക്കും. നമ്മുടെ ഐറ്റംസ് മൊത്തം ഇവിടെ കിടക്കേണ്ടതാണ്. ഇവിടെ ഉണ്ടാവുമെന്ന് ഇവിടെ ഉണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. ഇതെന്തായാലും എടുത്തൊന്ന് മറ്റിനകത്തോട്ട് എടുത്ത് വെക്കട്ടെ. ഫുള്ള് എടുത്ത് വെക്കട്ടെ ഞാൻ. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ എന്താണ് പറയുന്നത്, ബെഡിൽ കൂടെ നമ്മൾ ഒരു സാധനം ചെയ്യുന്നില്ല. ഓക്കെ, ഫാസ്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ വീണ്ടും അത് പോകും. അപ്പോൾ എന്തായാലും ഇതിനകത്ത് കിടക്കട്ടെ. ഇനി നമുക്ക് ട്രിബ്യൂട്ട് ചെയ്യാം. ഇതേപോലെയാണ് ഞാൻ എല്ലായിടത്തും ബെഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഗ്യാസിൻ്റെ സംഭവമില്ലേ, അതൊക്കെ ഇതേപോലെയാണ് ഞാൻ കളക്ട് ചെയ്തത് ഗൈസ്. പിന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടണോ വേണ്ടയോ അതും കൂടെ ഒന്ന് പറയണം കേട്ടോ. ഇപ്പം ഞാൻ 15 മിനിറ്റ് ഒക്കെ വെച്ചാണ് ഇടുന്നത്. ഇതിനകത്തൊന്നും കിട്ടിയില്ല ഗൈസ്. മൈൻഡ് വൈപ്പ് ടോണിക്ക് കിട്ടി. ഇതെന്തായാലും നമുക്ക് ആവശ്യം വരും, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നമ്മുടെ ഗ്യാസിൻ്റെ സംഭവമില്ലേ അതെല്ലാം കളക്ട് ചെയ്ത് ഇങ്ങനെയാണ്. വീണ്ടും ഞാൻ ഫാസ്റ്റ് ട്രാവൽ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഒന്ന് കട്ട് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വീഡിയോൻ്റെ ലെങ്ത്തിൻ്റെ കാര്യം അത് കൂട്ടണോ അതോ അല്ലെങ്കിൽ 10 മിനിറ്റ് തന്നെ മതിയോ അതും കൂടെ നിങ്ങളൊന്ന് കമൻസിൽ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കട്ട് ചെയ്യട്ടെ. എന്നിട്ട് നമ്മൾ മീനെ പിടിക്കാൻ പോകുന്ന അവിടെ വെച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഫാസ്റ്റ് ട്രാവൽ ചെയ്യുന്ന സംഭവമില്ല അതൊന്നും ഹാർഡ് കോർ മോഡിൽ പോയിട്ട് ചെയ്യരുത് കേട്ടോ. ഇന്ന് ഭയങ്കര ലാഗാണല്ല. നമ്മൾ ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്യണേക്കാളും മുമ്പ്
എന്തോ ഫോക്കസ് മോഡ് അങ്ങനെ എന്തോ പറഞ്ഞ സാധനമുണ്ട് സെറ്റിങ്സിനകത്ത്, അത് ഓണാക്കി ഇടും. അപ്പോൾ അത് ഓണാക്കിയിടുമ്പോൾ വേറെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു വോയിസ് ഒരു ഡിലേ വരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ സാധനം ഓണാക്കാത്തത്. പക്ഷേ ആ സാധനം ഓണാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലാഗ് കുറഞ്ഞ് കിട്ടും. ഞാൻ അങ്ങനെയാണ് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഈ റെക്കോർഡറോട് ഓണാക്കൂല, അപ്പോൾ ഭയങ്കര ലാഗായിരിക്കും ഗൈസ്. അപ്പോൾ ഹാർഡ് കോർ മോഡിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ ചത്ത് കഴിഞ്ഞാൽ വീണ്ടും ലെവൽ 10 വരും. അപ്പോൾ ഹാർഡ് കോർ മോഡിൽ ഇത് പറ്റില്ല, അല്ലാത്ത എല്ലാത്തിലും നമുക്കിത് ചെയ്യാമെന്നുള്ളൂ, ഫാസ്റ്റ് ചെയ്തിട്ട്. അതാണ് കുറച്ചുകൂടി എളുപ്പം. ഞാനപ്പോൾ അതുകൊണ്ടാണ് എല്ലാ കേവിലും പോയിട്ട് ഞാനിങ്ങനെ സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്ന് നമ്മളൊരു ആംഗുലർ ഫിഷിൽ നമ്മൾ മറ്റേ ഒരു ലൈറ്റ് പോലത്തെ ജീവനെ കണ്ടില്ലേ, ഇന്ന് നമ്മൾ അതിനെ പിടിക്കാൻ പോകുന്നത്. അതിനെന്തോ കരിക്കു അങ്ങനത്തെ എന്തോ ഒരു എഗ് കിബിളാണ്. അത് ഞാൻ ഷെഫ് സ്റ്റേഷനിൽ ഞാൻ കാണിച്ചു തരാം, അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനത്തെ എന്തോ ഒരു എഗ് കിബിളാണ് ഇത് കഴിക്കുന്നത്. ഞാനപ്പോൾ എന്തായാലും അവിടെ പോകണം. ബേസല്ല, നമ്മുടെ പഴയ ലൊക്കേഷൻ. അവിടെ ഞാൻ മൊത്തം പൊളിച്ച് കേട്ടോ, ഫുള്ള് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ ഡോൾഫിൻ്റെ മേത്ത് കയറണം. എന്നിട്ട് ഏതെങ്കിലും നല്ലൊരു ലെവലിൽ കിട്ടുകയാണെങ്കിൽ അതിനെ പിടിക്കണം. നമ്മൾ മെഗ്ഗിനെ മാന്തനെ പിടിച്ചപ്പോൾ എല്ലാവരും കൂട്ടുകെട്ട് വന്നിട്ടുണ്ടാ, അതേപോലെ ഇത് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. ലാഗ് ഉണ്ട് കേട്ടോ, നല്ല ലാഗ് ഉണ്ട്. പിന്നെ ലാഗ് ഉണ്ടാവും, നമുക്ക് ഹൈ എൻഡ് ഡിവൈസ് ഒന്നും അല്ലല്ലോ, അപ്പോൾ പിന്നെ ലാഗ് സഹിക്കാം. പിന്നെ എന്തോന്നാണ് നമ്മൾ ചെയ്യാനുള്ളത്? ഓക്കെ, എല്ലാ സാധനവും ഉണ്ടാകുന്ന കൂടെ നോക്കട്ടെ. സൂതിങ് ബോംബ് ഉണ്ട്, നാർക്കോട്ടിക്സ് ഉണ്ട്, ആരോസ് ഉണ്ട്, ഇതുണ്ട്. ഗൈസ് ഞാൻ കാണിച്ചു തരാം, ഇതാണ് സംഭവം. ഒരു മിനിറ്റ്, അതിൻ്റെ കിബിള് ഞാൻ കാണിച്ചു തരാം. ഒരു കെ വെച്ച് തുടങ്ങുന്ന സാധനമാണ്. ആദ്യം ഇത് കണ്ടാ, ഈ കേക്ക് ഇവിടെ ഉണ്ടാ, കൈരുക്കു അങ്ങനെ ഈ സംഭവമാണ് അത് കഴിക്കുന്നത്. ഞാൻ മറ്റേ ഡോഡോഡക്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കഴിക്കുന്നത്. ഇത് നമുക്ക് എന്തായാലും എടുത്തിട്ട് പോകണം, കാരണം വെള്ളത്തിൻ്റെ വെച്ചിട്ട് ഇത് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്നേ എടുത്തിട്ട് പോകണം. ഇതല്ലേ നമ്മൾ ഇന്നലെ കണ്ടത് ബാസിലോ? ഇത് വേറെന്തോ സാധനമാണ്, ലീഡാ എന്താ ലെവൽ 1 നമുക്ക് പോവാം. നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല. ഇതെവിടെ ഈ കിട്ടിപ്പോയി. ഇതെത്ര ലെവല്? ലെവൽ 100. അതായത് നമുക്ക് ഈ 100 തന്നെ പിടിച്ചാലാ. എന്തായാലും ഇതിനെ കൊണ്ട് വേറെ നമ്മൊന്നും പോകാനൊന്നും പോകണില്ല. നമുക്ക് എന്തായാലും ഈ ലെവൽ 100 തന്നെ പിടിച്ചേക്കാം. പോട്ടെ. 1 2 അത് കൊണ്ടില്ല, 2 അതും കൊണ്ടില്ല. അത് തിരിച്ചു വരുന്നുണ്ട്, നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടെ അടുത്തോട്ട് പോട്ടെ. ഇത് എന്താ, ഇതൊന്നും കൊള്ളുന്നില്ലല്ലോ. നമ്മളെ നേരെ വരുന്നു. 3. ഇത് മിക്കവാറും ഇപ്പം തന്നെ ആവും തോന്നുന്നു. ലെവൽ കുറവല്ലേ? ആരോ കടിക്കുന്നു, നമ്മളാരോ കടിക്കുന്നു. അതാ എടാ, അവൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് ചോദിക്കാനായിട്ട്. ഗൈസ്, ഇവരും ചെറിയ ടാസ്ക്കാണ്. ഇവന്മാരെ കൂട്ടോട്ടാ വരുന്ന. അതാ ചെമ്മീനായത്. എന്ത് സാധനം ഇത്? കടിക്കട്ടെ. ഒടുക്കത്തെ, എല്ലാത്തിനും ഒടുക്കത്തെ പേരാണ്. ഇതിപ്പോൾ എത്ര ലെവല്? ലെവൽ 20. പിന്നെ ഇതെത്രയാണ്? ഇതാണ് ആ ലെവൽ 100. ഒരു മിനിറ്റ്, ഇത് ലെവൽ 40. ഗൈസ്, അപ്പം നമ്മൾ ഇത്ര നേരം അടിച്ചത് ഏതിനായിരുന്നു? ഗൈസ്, നമ്മുടെ ആൾ പോയി കേട്ടോ. എടാ, ഇവിടെ താരണ്ടെണ്ണമുണ്ട്. 110 ലെവല് 100. നമുക്ക് ആ 110നെ പിടിക്കാം, അതാ നല്ലത്. 110 ആകെ ഒരെണ്ണം ഉള്ളൂ. അപ്പോൾ അതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതിവിടെ പോയി 110. അതാ 110നെ കിട്ടി. ഇതിനെ പിടിക്കാം നമുക്ക്. ഇതിപ്പോൾ ഒരു ലെവലുള്ളത് കൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാം. 1 2. ഗൈസ്, ഞാനിപ്പോൾ എന്തായാലും ഇതിനൊന്ന് നോക്കിയാട്ടെ കേട്ടോ. നോക്ക് ചെയ്തിട്ട് ഞാൻ വരാം. അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട് നോക്കാക്കാനായിട്ട്. ഗൈസ്, ഇത് വീഴുന്നില്ല കേട്ടോ. വീണ്. നോക്കേ. എൻ്റെ അതാ പടകൾ വരുന്നതാ. നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങാം. ഇപ്പോൾ ഇവന്മാരെല്ലാവരോടും ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് നമുക്ക് അവനെ ടൈമാക്കാം. മറ്റേ ജീവി വന്ന് കേട്ടോ. ഇതല്ലേ നമ്മൾ അല്ല, ഇതല്ല. ഈ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും പെടും. എവിടെ നമ്മുടെ ആളെന്തേ? ഇതല്ലേ നമ്മുടെ ആള്? ഗൈസ്, നമ്മുടെ ആളെന്തേ? ഇതാണ് നമ്മുടെ ആള്. നമുക്ക് വേഗം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. എല്ലാവരും ഇവിടെ നിന്ന് തീർക്കണം, എന്നാലേ നമുക്ക് അവനെ പിടിക്കാൻ പറ്റുള്ളൂ. ഗൈസ്, അതിൻ്റെ ടോർപ്പിഡിറ്റി ഇറങ്ങുമോ? ഒരു മിനിറ്റ്, നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് കുഴപ്പമില്ല, അത്യാവശ്യം ടോർപ്പിഡിറ്റി ഉണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല. നമുക്ക് വേഗം വെള്ളത്തോട്ട് ഇറങ്ങിയിട്ട് ഇതിനങ്ങോട്ട് ടീമാക്കിയാലാ. ഇതിപ്പോൾ ഇവൻ്റെ ടോർപ്പർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പണിയാണ്. ഗൈസ്, ഇനിയിപ്പോൾ ഒന്നും നോക്കുന്നില്ല, വെള്ളത്തോട്ട് ഇറങ്ങുന്നു, വേഗം കൊടുക്കുന്നു. ഓക്കെ,
റിമോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേഗം പോവാം. ഓ ഗൈസ്, നമ്മളെന്തായാലും ഡെഡ് ആവും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അതിന് ടൈമായി കിട്ടും. നമുക്കതിന് ടൈമായി കിട്ടിയാൽ മതി. എന്തായാലും ടൈം ആവുമെന്ന് തോന്നുന്നു. ഒരൊറ്റ ഇതിനകത്ത് തന്നെ മിക്കവാറും ടൈം ആവുമായിരിക്കും. കുഴപ്പമില്ല, നമുക്കെന്തായാലും ഇവിടെ റീസ്പോൺ ആകാനാണ് പാടല്ലേ ഗൈസ്. ഞാനിപ്പോൾ എന്തായാലും അതിനൊന്ന് വേഗം ഒന്ന് ടൈം ആക്കിയിട്ട് വരാം കേട്ടോ. എന്തായാലും മിക്കവാറും ടൈം ആവും, കാരണം നമ്മളെ കിബിളും കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ കിബിളും മിക്കവാറും അത് കയറും, കാരണം ലെവൽ 100 ആയതുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്കെന്തായാലും നോക്കാം ഗൈസ്. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് കട്ട് തന്നെയാണ്. നമുക്ക് വേഗം പോയിട്ട് അതിനൊന്ന് ടൈം ആക്കിയിട്ട് ഞാൻ വരാം. ഫൈനലി അങ്ങനെ ടൈമാക്കിയ സാധനത്തിന് ഭാഗ്യം. എനിക്ക് തോന്നുന്നു ആ ഒരൊറ്റ കിബിളിൽ ടൈമായിട്ടുണ്ടാവും നമ്മുടെ ആംഗിളർ. എവിടെ? പുറകെ വരുന്നുണ്ട്. നമ്മളാ വേഗം അവിടെ ഇട്ടത് കൊണ്ട് രക്ഷപ്പെട്ട്. പക്ഷെ നമുക്കൊരു ടാസ്ക് വന്ന് എന്താണെന്നറിയോ, നമുക്ക് മറ്റേ എങ്ങാനും ആ ടോർപ്പിഡിറ്റിയുടെ സംഭവം എങ്ങാനും വന്നിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയനെ. ഇതിൻ്റെ ടോർപ്പിഡിറ്റി ചില ദിനോസറിൻ്റെയൊക്കെ ഉണ്ട്, ടോർപ്പിഡിറ്റി പെട്ടെന്ന് കുറയും. അപ്പോൾ അങ്ങനത്തെ ഒരു സീൻ വന്നിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും പെട്ടുപോയനെ. എവിടെ ആളെന്തേ? ആളെ പുറകെ വരുന്നു. വെട്ടൊക്കെ വരുന്നുണ്ട് അതിൻ്റെ. മോനെ കൊള്ള. എനിക്കെന്തായാലും അതിനെ വേഗം റൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പോയിട്ട് സാഡിലൊക്കെ പണിയാം വേഗം പോയിട്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇനി സാഡിൽ ക്രാഫ്റ്റ് ചെയ്യാം. ആംഗിളറിൻ്റെ സ്പെല്ലിങ് ANG അതല്ലേ സ്പെല്ലിങ്? അതിൻ്റെ സാഡിലില്ലേ? ഒരു മിനിറ്റ്, ഞാൻ സ്പെല്ലിങ് നോക്കട്ടെ കേട്ടോ. ആംഗിളർ അവിടെ അതാ ആംഗുലർ AN. എടാ ഇതിൻ്റെ സാഡിൽ ഇതിന് സാഡിൽ വേണ്ട. അമ്പോ, അത് കൊള്ളാം കേട്ടോ. ഇതിന് നമുക്ക് റൈഡ് ചെയ്യാൻ സാഡിൽ വേണ്ട ഗൈസ്. അതിൻ്റെ വെട്ടം നോക്കി, എൻ്റെ മോനെ. അതാ ഈ കുഞ്ഞ് ബൾബിൻ്റെ വെട്ടം തോന്നുന്നു വെള്ളത്തിനടിയിൽ ഇത്രയേ ഉള്ളത് അല്ലേ ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മുടെ ആംഗുലർ ഫിഷിനെ നമ്മൾ അങ്ങനെ ടൈം ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 3ാമത്തെ പ്രാവശ്യം പറയുന്ന. ചിലപ്പോൾ നിങ്ങൾ 3ഉം കേൾക്കും, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്തായാലും 1 പ്രാവശ്യം 2 പ്രാവശ്യം എന്തായാലും മിക്കവാറും നിങ്ങൾ കേൾക്കുമോ തോന്നുന്നു. ഓക്കെ, ഇതെന്തായാലും ഞാൻ വെച്ച് സാഡിൽ ക്രാഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു ഇതിൻ്റെ. പക്ഷെ അതിൻ്റെ സാഡിൽ വേണ്ട ശരിക്കും. കൊള്ളാം കേട്ടോ. അതിൻ്റെ ഒരു ബൾബ് പോലത്തെ സാധനം നോക്കി, ഇതൊന്നും അനങ്ങുന്നതാ. അമ്പോ, അതിന് വായ നോക്കതിൻ്റെ തുറക്കുമ്പോൾ കണ്ടോ. വേറെ എന്തെങ്കിലും സ്പെഷ്യൽ അറ്റാക്ക് എബിലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്തായാലും കൊള്ളാം ഗൈസ്. നിങ്ങൾ അതിൻ്റെ അടുത്ത് പോയപ്പോൾ അതിൻ്റെ വെട്ടം കണ്ട, എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അത് നേരത്തെ അതിൻ്റെ അടുത്ത് പോയപ്പോഴേക്കും ഈ ഏരിയയിൽ മൊത്തം വെട്ടമായി കണ്ട. വെട്ടം നോക്ക്. വെള്ളത്തിനടിയിൽ പോകുമ്പോൾ നല്ല വെട്ടം ഉണ്ടാകും തോന്നുന്നു. നമുക്ക് എന്തായാലും വെള്ളത്തിനടിയിലോട്ടൊന്ന് പോയി നോക്കാം. ഇതിനെ അറ്റാക്ക് ചെയ്യും കേട്ടോ. ഇതിനെല്ലാവരും അറ്റാക്ക് ചെയ്യും. മറ്റേ ഡോൾഫിനെ മാത്രമേ തോന്നുന്നു അറ്റാക്ക് ചെയ്യാത്തത്. കണ്ടാ ഗൈസ്, വെള്ളത്തിനടിയിലോട്ട് പോകുമ്പോഴേക്കും വെട്ടം ഇതാവുന്ന കണ്ടാ. സെറ്റ് സാധനം. പക്ഷെ ഇതിനെ കൊണ്ട് വേറെ ആരും കടിക്കാനൊന്നും പറ്റൂല, കാരണം ഇതിനൊന്നാതെ ഹെൽത്ത് കുറവാണ്. നേരത്തെ ഒരു മെഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നൈസായിട്ട് എല്ലാത്തിനെയും ന്യൂട്രലാക്കി എല്ലാവരുടെ കടിച്ച് ആ മെഗിനെ അങ്ങോട്ട് കൊന്ന്. സിലിക്കാപ്പുകൾ കളക്ട് ചെയ്ത്. അമ്പോ, അപ്പം ഇതിൻ്റെ ഉപകാരം അതാണല്ലേ. സിലിക്കാപ്പുകൾ കളക്ട് ചെയ്യുന്ന ജീവിയാണ് ആംഗുലർ. ഇവിടെ കുറേ ഉണ്ട് സിലിക്കാപ്പുകൾ. അപ്പം നമുക്കിനി സിലിക്കാപ്പുകൾ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് കയറിയിട്ട് അതിനൊരു കടി കൊടുത്താൽ മതി. മെഗിനൊരു കടി കൊടുത്ത് പോയാല കടിക്കട്ടെ പോയിട്ട്. മെഗ് നമ്മളെ കടിക്കാൻ വരുന്നതാ. പക്ഷേ മെഗിനെ നമ്മൾ തൊടാൻ പോലും പറ്റില്ല, കാരണം നമുക്ക് മെഗിനെ അമ്പോ ഡാമേജ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇതിന് ഞാൻ മിലി ഡാമേജ് കൂട്ടും. മിക്കറിയ ഒരു മെഗിനെ കൊല്ലുമ്പോഴേക്കും 1 ലെവൽ കിട്ടും ഗൈസ്. ഡാമേജ് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇതിനാ. അയ്യോ, ഒരു കടി കിട്ടി. കഴിഞ്ഞ് മെഗ് തീർന്ന് 51 ഹെൽത്ത് 51 മെഗിൻ്റെ കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ എന്തായാലും നല്ലൊരു ടൈമാണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. ഞാനപ്പോൾ എന്തായാലും ഇതിനെ കൊണ്ടുപോയിട്ട് നമ്മുടെ ബാക്കി ടൈംസിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോകട്ടെ ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ടൈമായിരുന്നു ഇന്നത്തെ. നമുക്ക് ആ സൂതിമ്പം കൊടുക്കാൻ പറ്റി, പിന്നെ മറ്റേ കരിക്ക് കിബിളും കൊടുക്കാൻ പറ്റി. അപ്പോൾ അത് വേഗം കൊടുക്കാൻ പറ്റി. ആ സൂതിമ്പം കൊടുക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ കേബിൾ പെട്ടെന്ന് സ്പോയിലാകാത്തതും നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ടോർപ്പിഡിറ്റി അത്യാവശ്യം ഇറങ്ങുന്നുണ്ടായിരുന്നു, ഈ മറ്റേ നമ്മുടെ ഈ ആംഗുലർ ഫിഷ് ഇല്ലേ അതിൻ്റെ. എന്തായാലും സെറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ഗൈസ്, ഞാൻ എന്തായാലും നമ്മുടെ ആ ലൊക്കേഷനോട് ഒന്ന് കാണിച്ചിട്ടും നമുക്ക് നിർത്താം. അതായിരിക്കും നല്ലതല്ലേ ഗൈസ്. അപ്പോൾ ഈ സ്ഥലം കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഐലാൻഡ്. കണ്ട അടിപൊളിയല്ലേ ഇത്? കണ്ട വെള്ളത്തിൽ നമുക്ക് ഇവിടെ നിന്നൊരു മതിൽ പോലെ മറ്റേ വലിയ ഗേറ്റില്ലേ ബഹുമത്ത്, ആ സംഭവമില്ല, അത് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഇത്ര ഏരിയത്തിൽ നമുക്ക് നമ്മുടെ മീൻ ഇടാൻ പറ്റും. പിന്നെ ഇവിടെ ആണെങ്കിൽ വേറെ ദിനോസുകളൊന്നും വരെയില്ല. ഈ ഷാർക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇവിടെ വരെയില്ല. ഒരു മിനിറ്റ്, ഞാൻ വെള്ളത്തിനിടയിൽ ഒന്ന് നോക്കട്ടെ. ഇവിടെ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. നമുക്ക് നമ്മുടെ എല്ലാ വാട്ടർ ഡൈനോസിനെയും വേണമെങ്കിൽ ആ വെള്ളത്തിലുള്ള എല്ലാ ദിനോസറിനും വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇടാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. പിന്നെ ഇവിടെ അത്യാവശ്യം കൊള്ളാം, നല്ലൊരു സ്ഥലമാണ്. ഇതാണ് ലൊക്കേഷൻ. ഞാൻ ഒരു കാണിട്ട് മാപ്പ് എന്തേ മുകളിൽ സ്ഥലം. ഈ താഴത്തെ മൂലൊക്കെ കണ്ടില്ലേ, താഴത്തെയാണ് കേട്ടോ സ്ഥലം. കണ്ടോ, ഇതാണ് ആ ഐലൻഡ്. കൊള്ളാമല്ലേ? ഇതാണ് ഞാൻ ഇവിടെ പിന്നെ മെറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം മെറ്റലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ. ആൻഡ് ഗൈസ് 15 ലൈക്ക് ടാർഗറ്റ്, ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.